ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മേടിക്കണം? മോനത്തുള്ള പഠിക്കുന്നത് 7. ചേച്ചി എന്താ ലോട്ടറി? ലോട്ടറിയുടെ പരിപാടിയാണോ? ലോട്ടറി കടയിലാണോ നടന്നിങ്ങനെ? പിന്നെ ചൂണ്ടയുടെ കാര്യം ചോദിച്ചത് മോന് വേണ്ടിയിട്ടാണ്, മൂത്ത മോന് വേണ്ടിയിട്ടല്ലേ? ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി എന്നോട് പറഞ്ഞത് ചേച്ചിക്കൊരു ഒരു സ്പീക്കർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വന്നേ. നമ്മുടെ ഷോപ്പില് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്പീക്കർ ചേച്ചി ഇങ്ങനെ കണ്ടിട്ട് പുറത്തുള്ള നടന്നു പോയപ്പോ കണ്ടിട്ട് മോന് വേണ്ടിയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ലോട്ടറിയുടെ ബിസിനസ് ആണ്. ഈ ചൂണ്ടയ്ക്കൊക്കെ എന്താ വിലയെന്ന് ചോദിച്ചു. ചേച്ചിക്ക് ഒരു റോഡും ഇത്ര രൂപയുള്ളൂ ബഡ്ജറ്റ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കമോണാംഗ്ലസ് ഒരുപാട് പേർക്ക് ഒത്തിരി ചാരിറ്റി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് റിവീൽ ചെയ്യാറില്ല, പക്ഷെ എന്തായാലും ഞാനിത് ഇപ്പൊ പറയുക, നമ്മുടെ കസ്റ്റമേഴ്സ് പലരും കൊണ്ട് നമുക്ക് റോഡാൻഡ്രിയിൽ തരാറുണ്ടല്ല, നമ്മൾ കൊടുക്കാറുണ്ട് ഡൊണേഷൻ. അതായത് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇപ്പൊ വരാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെയൊക്കെ അവർക്കൊക്കെ നമ്മൾ റോഡാൻഡ്രിയിൽ അത് അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും എത്തിക്കത്തുള്ളൂ. റോഡ് റീല് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അതിന് അവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഡൊണേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേച്ചിക്ക് പിള്ളേർ ഭയങ്കര വേണം, അവർക്ക് സ്പീക്കർ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വേളമാണ്. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു സ്പീക്കറോടെ ചേച്ചിക്ക് ഒരു JBL സ്പീക്കറോടെ കൊടുക്കും, കമോണാംഗ്ലസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചുതരാം. പ്രിയപ്പെട്ടവരെ, കമോണാംഗ്ലസിന്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മള് ഇന്ന് ഞാൻ പറയുന്നത് തന്നെ നമ്മള് ഡൊണേഷൻ മാക്സിമം നമ്മൾ ചെയ്യുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, നമ്മുടെ വീഡിയോസ് എടുത്തോണ്ടെന്ന് ചോദിക്കും. അതുകൊണ്ട് അത് വിത്ത് പെർമിഷനിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി മോനെ കൊണ്ട് വന്നു. അവര് ജസ്റ്റ് ഒരു വേറൊരു പ്രൊഡക്റ്റ് നോക്കി വന്നതാണ്. അതിനുശേഷം ചൂണ്ടയുടെ കാര്യങ്ങൾ ചോദിച്ചു. ചേച്ചി ഹസ്ബൻഡിന്റെ സാലറി കിട്ടി കഴിയുമ്പോ അല്ലേ എടുക്കാമെന്നല്ലേ, ശമ്പളം കിട്ടി കഴിയുമ്പോ എടുക്കാമെന്നാണ് ചേച്ചി പറഞ്ഞത്. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്? സെക്യൂരിറ്റി. ചേച്ചിയുടെ ഹസ്ബൻഡ് സെക്യൂരിറ്റിയാണ്. അപ്പം സാലറി കിട്ടിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോ പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ചേച്ചി ലോട്ടറിയുടെ പരിപാടിയാണ് ചേച്ചിക്ക്. ലോട്ടറിയുടെ ഇങ്ങനെ കൊണ്ടുനടന്ന് കൊടുക്കും. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞത് പഴയ പോലെ കച്ചവടം ഒന്നും ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം മൂത്ത മോനാണ് ചൂണ്ടയിടാൻ കൂടുതൽ ഇഷ്ടമുള്ള ആള് വന്നിട്ടില്ല. അപ്പം നമ്മള് അവർക്ക് ഒരു റോഡ് ആൻഡ് റീലിന്റെ പോകുമ്പോ അതിന്റെ കൂടെ ഒരു ഫ്രോഗ് എല്ലാം നമുക്കിത് ആക്ച്വലി ഈ റോഡ് ആൻഡ് റീലിൽ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ജെറിംബ്രോയാണ് ചിങ്ങാനത്തുള്ളത്. അപ്പൊ പുള്ളിക്കാരനെ നമ്മുടെ പറഞ്ഞത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണോ. ഞാനും നമ്മളിങ്ങനെ ഒത്തിരി പേരെ ഇങ്ങനെ നോക്കി ഒരു അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ റോഡ് ആൻഡ് റീല് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചേച്ചി എന്നോട് വന്ന് ചോദിച്ച ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നു പിള്ളേർക്ക് പാട്ട് കേൾക്കാൻ. അത് നമ്മുടെ ഇവിടുന്ന് ഞാനൊരു പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ മേടിച്ച് കൊടുക്കുവാണ് ചേച്ചിക്ക്. അത് നമ്മുടെ അമ്മയുടെ മോനെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമോണാംഗ്ലസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അർഹതപ്പെട്ടവരിലേക്ക് തന്നെ 100% അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തും. കാരണം എന്തായാലും ഇതുകൊണ്ട് അവർക്കും ഒരു വരുമാന മാർഗമാണ് അല്ലേ ചേച്ചി? മീനൊക്കെ പിടിച്ച് വരാലൊക്കെ പിടിച്ചു കഴിഞ്ഞാലും അവർക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാന മാർഗമായിട്ടായിരിക്കും. 100% ആ ഒരു ജെനുവിറ്റിയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയില്ലേ, നിങ്ങൾ നമ്മുടെ ഇത് മേടിക്കുന്നതിന്റെ ഒരു പങ്ക് നമ്മളെപ്പോഴും ഇതുപോലുള്ള ഒരുപാട് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു നന്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ കമോണാംഗ്ലസിന്റെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ആ ഒരു നന്മയുണ്ടാവും. 1000 നന്ദി. ഞാനിത് കൊടുക്കുന്നു സന്തോഷത്തോടുകൂടി ചേച്ചി. അപ്പം ഹാപ്പി ആയിട്ട് നടക്കും കേട്ടോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.